Deepaks. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആയിട്ട് എടുത്തേക്കുവാണ്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്ത ജിഞ്ചർ, അതുപോലെ 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, കൊച്ചുള്ളി ചോപ്പ് ചെയ്തത് 2 ടീസ്പൂൺ, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ എരിവനുസരിച്ച് മാറ്റാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ 1 മുട്ട, 1 ടേബിൾ സ്പൂൺ വിനിഗർ, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. കാര്യം ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നും പറഞ്ഞ് 2 ടീസ്പൂൺ കൂടെ ഇടിയിപ്പിച്ചു. നേരത്തെ ഞാൻ 2 ടീസ്പൂൺ ആയിരുന്നു ഇട്ട, ഇപ്പം മൊത്തം 4 ടീസ്പൂൺ ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇവിടെ ഇത്തിരി എരിവ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണും കൂടെ ഇട്ടത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം കുറച്ച് മതി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറത്തേക്ക് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്യാൻ. ഇതിപ്പോൾ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇനി നമുക്കതിന് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി അറിയാം, നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പം കുറച്ച് പൊടിയൊക്കെ കാണുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ പൊടിയൊക്കെ. അതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി, ഞാൻ നേരത്തെ ഒന്ന് ഉപ്പൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് കഴിച്ച് നോക്കി, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ.